ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നെക്സ്റ്റ് 36 അവേഴ്സിൽ എന്താണ് നിങ്ങളുടെ ലവ് ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ്. അപ്പോൾ ഇവിടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ റിലീസായി പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കിടയിലെ ആ ഒരു കാർമിക് റിലീസായി പോകുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു നെഗറ്റിവിറ്റി റിലീസായി പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഹോപ്പിന് വകയുണ്ട്. നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ട് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. ഇവിടെ ഹെവി എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധാലുവായിട്ടിരിക്കുക. കോണ്ടാക്റ്റിലുള്ള ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ തമ്മിൽ വഴക്കിടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വഴക്കിൽ നിന്ന് രക്ഷപ്പെടുക. ചിലപ്പോൾ വഴക്ക് പിന്നെ നിങ്ങളെ ദുഃഖത്തിൽ കൊണ്ടെത്തിക്കും. അങ്ങനെയുള്ള ഒരു ഹെവി എനർജിയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു ടൈം പീരീഡ്. വരാൻ പോകുന്ന 36 അവേഴ്സ് നിങ്ങൾക്ക് ദുഃഖം തരുന്ന ഒരു അവേഴ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, ആവശ്യമില്ലാതെ അവരോട് വഴക്കിടാൻ പോകരുത്. പറഞ്ഞ എന്തെങ്കിലും വാക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം വരും. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമം വരും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എൻ്റെ പാർട്ണർ എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ എന്ന്. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വാക്കുകളോ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് വിഷമാവും. നിങ്ങൾ ഹേർട്ടായി അവരോട് വഴക്കിടാൻ പോകും. അതുകൊണ്ട് അങ്ങനെ ഒന്നും പാടില്ല. നിങ്ങൾക്ക് അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള ഒരു പെരുമാറ്റം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇലൂഷൻ ക്രിയേറ്റ് ആകും. എന്തുകൊണ്ട് എൻ്റെ പാർട്ണർ എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, ഇനി അവർക്ക് വേറെ ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ, അതുകൊണ്ടാണോ എന്നെ അവർ അവോയ്ഡ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള ഇലൂഷൻ ക്രിയേറ്റായി നിങ്ങൾ വീണ്ടും അവരോട് സംശയം കാണിച്ച് വഴക്കിടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു 36 അവേഴ്സ് നിങ്ങൾ കുറച്ചൊന്ന് ബാലൻസിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. കോണ്ടാക്റ്റിലുള്ളവർ, ഞാൻ പറയുന്നത് ഇലൂഷനിൽ നിങ്ങൾ ഒരിക്കലും അവരോട് വഴക്കിടാൻ പോകരുത്. എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വഴക്കിടാം. പ്രൂഫില്ലാതെ നിങ്ങൾ ഒരിക്കലും അവരോട് വഴക്കിടാൻ പോകരുത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അതനുസരിച്ച് തീരുമാനം എടുക്കാം. അല്ലാതെ ഇലൂഷൻ ക്രിയേറ്റ് ആയിട്ട് നിങ്ങൾ ആവശ്യമില്ലാതെ അവരോട് വഴക്കിടാൻ പോകരുത്. കാരണം നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ അവർ ഓൺലൈൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പറയും, നിങ്ങൾ ഓൺലൈനായിട്ട് എന്താ എന്നോട് സംസാരിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് അവരോട് വഴക്കിടും. ഒരു വ്യക്തി 24 മണിക്കൂർ നമ്മൾ സംശയിച്ച് അവരെ പിറകെ നടക്കുകയാണ് എങ്കിൽ അവർ ഉറപ്പായിട്ടും നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനേ ശ്രമിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാതെ ഒരു പ്രൂഫും ഇല്ലാതെ വഴക്കിടാൻ പോകരുത്. ഇവിടെ ഈ ഒരു 36 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ദുഃഖദായകമായിട്ടുള്ള എന്തെങ്കിലും കാര്യം സംഭവിക്കുകയാണ് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഇതൊരു ടെമ്പററി ആയിട്ടുള്ള എനർജിയാണ്, ഇതും നിങ്ങൾ കടന്നു പോകും എന്ന് അങ്ങനെ വിചാരിക്കുക. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ബാലൻസ് ഇല്ലാതാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇവർ രണ്ട് സിറ്റുവേഷനും കൂടെ ഒന്നിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സിറ്റുവേഷൻ മോശമാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ എന്തോ ഒരു എനർജി വളരെ മോശമായിട്ടാണ് ഉള്ളത്. ആ ഒരു എനർജി ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജി റിലീസായി പോയാൽ മാത്രമേ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ എന്താണോ ആ ഒരു മോശം സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ മോശം എനർജിയുള്ള ആ ഒരു ആൾ എത്രയും പെട്ടെന്ന് റിലീസായി പോകണം, ആ ഒരു സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് എൻഡായി പോകണമെന്ന് ഹോപ്പ്ഫുള്ളായിട്ട് നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഇല്ലെങ്കിൽ സറണ്ടർ ചെയ്യുക. എന്താണോ നിങ്ങളുടെ വിഷമം ഭഗവാന് സറണ്ടർ ചെയ്യുക. അതായത് ഇവരുടെ മുന്നിൽ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരു ഓപ്ഷനായിട്ടാണ് കൊണ്ടുപോകുന്നത് ഒക്കെയാണ് എങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ റിലീസായി പോകും, അല്ലെങ്കിൽ എൻഡായി പോകും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾ ഇവരെ ഒരു ഓപ്ഷനായിട്ടാണ് വച്ചേക്കുന്നത് എങ്കിൽ വേറൊരാൾ നിങ്ങൾക്ക് എല്ലാമാണ് എങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നെഗറ്റിവിറ്റി ക്ലിയർ ആക്കുക. അതേപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഓപ്ഷനാക്കി വച്ചേക്കുന്നുണ്ട് എങ്കിൽ അവരും അത് ക്ലിയർ ആക്കും. ഇവിടെ ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും കൺഫ്യൂഷനിൽ ഇരിക്കരുത്. അതായത് ഇവരും എന്നെ സ്നേഹിക്കുന്നു, അവരും എന്നെ സ്നേഹിക്കുന്നു, ആരുടെ കൂടെ ഞാൻ ജീവിക്കും എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഹൃദയം എന്താണോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് എന്താണോ പറയുന്നത് അത് നിങ്ങൾ കേൾക്കുക. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ഉള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങളുടെ പേഴ്സണെയും വേറൊരാളെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനുള്ള ആൾക്കാരോടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ പേഴ്സണോ നിങ്ങൾക്കും അറിയില്ലായിരിക്കാം ആർക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന്. കൺഫ്യൂഷനിലും ഇലൂഷനിലും ആയിരിക്കാം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും. അപ്പോൾ അതിൽ നിന്നൊരു വരുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഞാനിങ്ങനെ പറയാൻ കാരണം ഫേക്കായിട്ടൊരു റിലേഷൻഷിപ്പ് ഏതാണോ അത് എൻഡാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൺഫ്യൂഷനിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കും നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ.
അതായത് നിങ്ങൾ ചിലപ്പോൾ പ്രയോറിറ്റി കൊടുത്ത ആൾക്കാർ ചിലപ്പോൾ നിങ്ങളെ വഞ്ചിച്ചതായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ എൻഡായി പുറത്തു വരും. നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കാത്ത ആൾക്കാരായിരിക്കും നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ആൾക്കാരെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങൾക്കാണോ പ്രയോറിറ്റി അതോ അതർ സിറ്റുവേഷനാണോ പ്രയോറിറ്റി ഇവർ കൊടുക്കുന്നത് എന്നുള്ള കാര്യം ക്ലിയറായി മാറും എന്നാണ്. ആ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഒരു ട്രൂ ലവ് ആണ് എങ്കിൽ ആ ഒരു ട്രൂ ലവ് വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് പ്രയോറിറ്റി തരാതെ ഫാമിലിക്ക് അതർ സിറ്റുവേഷന് അതറായിട്ടുള്ള ആൾക്കാർക്കൊക്കെ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു സത്യം ഇവരുടെ മുന്നിൽ വരും. ആരാണോ ഇവർക്ക് പ്രയോറിറ്റി കൊടുത്ത് അവരുടെ യഥാർത്ഥ മുഖം പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഫേക്ക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എൻഡാകും. ട്രൂ ലവ് ആണ് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെത് എങ്കിൽ ഒരിക്കലും അത് എൻഡ് ആവത്തില്ല. അപ്പോൾ വരാൻ പോകുന്ന 36 അവേഴ്സിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. ഈ ഒരു തേർഡ് പാർട്ടി റിലീസായി നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരുവാൻ പോവുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നിങ്ങളുടേതും നിങ്ങളുടെ പേഴ്സണെ ട്രൂ ലവ് ആണെങ്കിലാണ് ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര പാഷനേറ്റ് ആവും. നിങ്ങൾക്ക് വേണ്ടി ഭയങ്കര ഒരു ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഇവർക്ക് തോന്നും. ഈ ഒരു ടൈം പീരീഡിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ജസ്റ്റിസ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ചെറിയ രീതിയിലുള്ള സംസാരമോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സംസാരമോ നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലാണ് ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ചെറിയ രീതിയിൽ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന 36 അവേഴ്സിൽ. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ ഫ്യൂച്ചറിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ കുറച്ചൊന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുക. അവരുമായിട്ട് കൂടുതലായിട്ട് ചേസ് ചെയ്യാൻ പോകരുത്. അവരെവിടെയാണ് എന്താണ് ചെയ്യുന്നത്. ഇതുകൂടാതെ നിങ്ങളിപ്പോൾ ബ്ലോക്ക് സിറ്റുവേഷനിലാണ് എങ്കിൽ വേറെ ഏതെങ്കിലും നമ്പറിൽ നിന്ന് കോൾ ചെയ്തിട്ട് നിങ്ങൾ എവിടെയാണ് എന്നെ ഇത് അൺബ്ലോക്ക് ചെയ്യുക എന്നൊക്കെ പറയാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചേസ് ചെയ്യാൻ പോകരുത്. അത് നിങ്ങൾക്ക് മോശമാണ് സൃഷ്ടിക്കുന്നത്. നിങ്ങളായിട്ട് നിങ്ങളുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് കളയരുത്. നിങ്ങളിങ്ങനെ പറഞ്ഞ് അവർ ഒരിക്കലും അൺബ്ലോക്ക് ആക്കത്തില്ല. അവർ വിചാരിക്കും ഞാൻ ഇത്രയും ഡിസ്റെസ്പെക്റ്റ് ചെയ്തിട്ട് പോലും ഇവർ എൻ്റെ പിറകെ നിന്ന് വിട്ട് മാറുന്നില്ലല്ലോ എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. നമ്മൾ ഒരിക്കലും ചേസ് ചെയ്യാൻ പോലും അവരിങ്ങോട്ട് ചേസ് ചെയ്ത് വരണം. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ നമ്മുടെ സെൽഫ് ലവിൽ വരണം. അത് നമ്മൾ ആദ്യം നമ്മളെ റെസ്പെക്റ്റ് ചെയ്യണം. നമ്മളുടെ പർപ്പസ് എന്താണോ അതിൽ ഫോക്കസ് ചെയ്യണം. നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നത്. അല്ലാതെ 24 മണിക്കൂറും പേഴ്സണെ കുറിച്ച് ചിന്തിച്ച് അവരെന്ത് ചെയ്യുന്നു, അവർ കഴിച്ചാൽ ഇല്ലയോ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നല്ല നമ്മളുടെ ഭൂമിയിൽ നമ്മുടെ ദൈവം വിട്ടത്. എന്തെങ്കിലും ലൈഫ് പർപ്പസ് ഉണ്ടായിരിക്കും നമുക്ക്. അങ്ങനെ ഒരു പർപ്പസിൽ നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ നിങ്ങൾ ലൈഫ് പർപ്പസ് കണ്ടുപിടിച്ച് നിങ്ങൾ അത് കോൺസെൻട്രേഷൻ ചെയ്ത് അതിൽ മുന്നേറുമ്പോൾ നിങ്ങൾക്കൊരു മാഗ്നറ്റിക് ആയിട്ടുള്ളൊരു പവർ വരും. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ ചേസ് ചെയ്ത് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.